നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഞെട്ടിച്ച നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തെളിവെടുപ്പിനാൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ചെന്താമര പോലീസിനോട് വെളിപ്പെടുത്തിയത്. തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിൽ ഒരാൾ അയൽവാസിയായ പുഷ്പയാണ് എന്ന് ചെന്താമര മൊഴി നൽകി. പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ട പരാതി നൽകിയവരിൽ പുഷ്പയുമുണ്ടെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമര പറയുന്നു. ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ ചോദ്യം ചെയ്യലിലാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ. പുഷ്പയെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ലെന്നാണ് ചെന്താമരയുടെ വെളിപ്പെടുത്തൽ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി കഴിഞ്ഞ ദിവസമാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നത്. കൊലപാതകം നടന്ന സ്ഥലവും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. ഇന്ന് വൈകിട്ട് 3 മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഇന്നും തെളിവെടുപ്പ് തുടരും. ഇന്നലെ രാവിലെ 11 മണിക്കാണ് ചെന്താമരയെ വിയൂർ ജയിലിൽ നിന്ന് ആലത്തൂർ കോടതിയിൽ എത്തിച്ചത്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസ് പ്രതിയുമായി ഈ പോത്തുണ്ടിയിലെ ബോയർ കോളനിയിലേക്കാണ് എത്തിയത്. കൊല നടത്തിയ സ്ഥലത്താണ് ആദ്യം എത്തിച്ചത്. അതിനുശേഷം വീട്ടിലേക്ക് പോയതും മലയിൽ പോയി ഒളിച്ച് എങ്ങനെയാണ് ഇരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ യാതൊരു കൂസലുമില്ലാതെ ചെന്താമര പോലീസിന് വിശദീകരിച്ച് നൽകുകയായിരുന്നു. കൊടുവാൾ വീട്ടിൽ വെച്ച ശേഷവും പാടവരമ്പിലൂടെ ഓടി ഇടയ്ക്ക് കമ്പിവേലി ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ ചെറിയ മുറിവേറ്റിരുന്നു. പകൽ മുഴുവൻ പാടത്തെ ചെറിയ ചാലിൽ തന്നെ നിന്നു. രാത്രി കനാലിലൂടെ മല കയറിയെന്നും അവിടെ ഒരു ഗുഹയിലായിരുന്നു താമസമെന്നും ചെന്താമര വിശദീകരിച്ചു. ഒളിവിലിരിക്കെ പോലീസ് ജീപ്പിന്റെ വെളിച്ചം പലവട്ടം കണ്ടുവെന്നും ചെന്താമര പറയുന്നു. മലയിലേക്ക് പോയ വഴിയും തിരിച്ചുവന്ന വഴിയും ഉൾപ്പെടെ ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തു. കേസിലെ സാക്ഷികളെ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് പോലീസ് തെളിവെടുത്തത്. സ്ത്രീകൾ ചെന്താമരയെ കണ്ടതും പൊട്ടിത്തെറിച്ചു. പോലീസിന് ഏറെ പഴികേൽക്കേണ്ടി വന്ന കേസായതിനാൽ തന്നെ പഴുതടച്ച നടപടിക്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പ്രദേശവാസികളുടെ വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ വൻ സുരക്ഷയാണ് പോത്തുണ്ടി മുതൽ ബോയർ കോളനി വരെ ഒരുക്കിയിരുന്നത്. എന്നാൽ നാട്ടുകാർ പോലീസിനോട് പൂർണ്ണമായി സഹകരിച്ചിരുന്നു. കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പോലീസിനൊപ്പം കൊല നടത്തിയ സ്ഥലത്തും അതിനുശേഷം വീട്ടിലേക്ക് പോയതും മലയിൽ പോയി ഒളിച്ചത് എങ്ങനെയാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത്. രാവിലെ 11 മണിക്കാണ് ചെന്താമരയെ എത്തിച്ചത്. എന്തായാലും ചെന്താമര സ്കെച്ചിട്ടവരുടെ ലിസ്റ്റ് ഇനിയുമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.